ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലേ? നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലെ ഹൈഡ്രോസ്ഫിയർ, that is a part of biosphere, we discussed, അല്ലെങ്കിൽ നമ്മൾ അവിടെയാണ് പറഞ്ഞു നിർത്തിയത് ഹൈഡ്രോസ്ഫിയർ എന്നുള്ള ഭാഗം. ഈ ഹൈഡ്രോസ്ഫിയറിൽ എന്താണ്? ലിക്വിഡ് ആയിട്ടും സോളിഡ് ആയിട്ടും കാണുന്ന വാട്ടർ ആണ്. നമ്മൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവൈലബിലിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ, or the scarcity of water. വാട്ടറിന്റെ ഇല്ലായ്മ, സ്കേഴ്സിറ്റി, ദുർലഭ്യം, കുറവ്, സ്കേഴ്സിറ്റി എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ? നമുക്കറിയാം, 3 എടുത്താലും വാട്ടർ ഇൻ എർത്ത്. അതിൽ 3% that is fresh water. We consume only 1% of water for the drinking purpose and the consuming purpose. നമ്മൾ വെറും 1% മാത്രം ജലത്തെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ. ആ ഒരു വാട്ടറിനെ, 1% വാട്ടറിനെ തന്നെ നമ്മൾ എന്താണ്, we polluted. Unscientific method or unscientific activities of human being that polluted our drinking water or our fresh water. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഫ്രഷ് വാട്ടറിനെ, ഡ്രിങ്കിങ് വാട്ടറിനെ, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാൻ, ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തെ നമ്മൾ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്, പൊല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം രീതിയിലാണ്, in which form we polluted our fresh water? ഏതെല്ലാം നമുക്ക് എടുക്കാൻ, നമ്മുടെ നാട്ടിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുടിക്കാൻ കഴിയുന്ന, കൺസ്യൂം ചെയ്യാൻ കഴിയുന്ന ജലം എന്ന് പറയുന്നത് വളരെ കുറച്ചായിരിക്കും, അല്ലെ? എന്തുകൊണ്ടാണ്? ഒരു സർവേ, ഒരു സെമിനാർ നിങ്ങൾ തയ്യാറാക്കാൻ വിചാരിച്ചോളൂ. എന്തെല്ലാം പോയിന്റുകളാണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുക? ഒന്ന് നോക്കൂ. ഏതെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റുക? Which are the indicators we put forward to the seminar or the survey? Major sources of fresh water in the region. ഒന്നാമത്തെ, അവിടെ എത്ര സോഴ്സസ് ഉണ്ട് നോക്കും നമ്മൾ. അതായത് ഫ്രഷ് വാട്ടർ കിട്ടുന്ന ഏതൊക്കെ കാര്യങ്ങളാണ്. ഇപ്പോൾ കുളങ്ങളുണ്ടോ, പുഴകളുണ്ടോ, മീൻസ് ഫ്രഷ് വാട്ടർ നമുക്ക് കുടിക്കാൻ പറ്റുന്ന, നമുക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഉണ്ടോ നോക്കും. പിന്നെ സോഴ്സസ് ഓഫ് പൊല്യൂഷൻ, എന്തൊക്കെ കാരണത്താലാണ് അത് പൊല്യൂഷൻ ആവുക, മലിനമാവുന്നത് നമ്മൾ നോക്കും. പിന്നെ എഫക്ട്സ് ഓഫ് പൊല്യൂഷൻ ഓൺ മാൻ ആൻഡ് അതർ ആനിമൽസ്. ഇങ്ങനെ പൊല്യൂട്ട് ആയാൽ, ഇങ്ങനെ വെള്ളം മലിനമായാൽ അത് മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും എങ്ങനെ അത് ബാധിക്കും, എഫക്റ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ സൊല്യൂഷൻ. ഇതൊക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ ആ സെമിനാർ പേപ്പർ ഫിനിഷ് ആക്കും, അല്ലേ? അങ്ങനെയല്ലേ ചെയ്യാറ്? ഇനി നമ്മൾ ഇത്രയൊക്കെ പൊല്യൂട്ട് ആക്കുകയാണ്, മലിനമാക്കുകയാണ്, ജലം മലിനമാക്കുകയാണ്. നമുക്കറിയാം, സയന്റിഫിക് മോഡ്സ് ഓഫ് വാട്ടർ മാനേജ്മെന്റ്, നല്ല രീതിയിൽ വെള്ളത്തെ, ജലത്തെ പരിപാലിച്ചു കൊണ്ടുപോകാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏതെല്ലാം രീതികളാണ് നമ്മൾ ചെയ്യേണ്ടത്? നല്ല പോലെ ജലത്തെ, വാട്ടറിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവാൻ, പരിപാലിച്ചു കൊണ്ടുപോവാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? അതാണ് ഇനി പറയുന്നത്. Okay, first, promote terrace farming. Cultivate fruit-bearing trees instead of crops like coconut and enough that have fibrous fruits along the rocky hills
top with shallow soil. തട്ടുള്ളതുമായിട്ടും അതുപോലെ തന്നെ സ്ലോപ്പായി കിടക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഫ്രൂട്ട്സ് ഒക്കെ തരുന്ന ഫലങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് തെങ്ങ് പോലത്തെ കോക്കനട്ട് പോലത്തെ കൃഷികൾ നടത്താമെന്നാണ് പറയുന്നത്. അപ്പൊ എന്താ, വേരുകൾ അതിന്റെ റൂട്ട് ആഴത്തിൽ പോയിട്ട് ആ ഒരു മണ്ണിടിച്ചിലിനെ, ആ ഒരു ലാൻഡ്സ്കേപ്പിനെ, ഉരുൾപൊട്ടലിനെ അത് നിർത്തലാക്കുകയും മണ്ണിനെ സംരക്ഷിക്കുകയും അതുവഴി ജലത്തെ സംരക്ഷിക്കുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ എന്താ ചെയ്യാം നോക്കൂ. Instead of concrete, use locally available rocks and woods to create a thick dam along its slopes. സിമെന്റും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഇട്ട് പുട്ടിയടക്കുന്നതിന് പകരമായിട്ട് നമുക്ക് സോയിൽ വെച്ചിട്ടും നമ്മുടെ ക്ലേ വെച്ചിട്ടുമായിട്ടുള്ള എന്തുണ്ടാക്കാം, ആ നല്ല രൂപത്തിൽ അത് മിനുസപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് ഡാം പോലുള്ള പരിസരങ്ങളിൽ അങ്ങനെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ജലത്തെ മാനേജ് ചെയ്യാം, വെള്ളത്തെ സംരക്ഷിക്കാം എന്നാണ് പറയുന്നത്. ഇനി നോക്കൂ, കൺസ്ട്രക്ട് earthen walls for soil conservation. മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏർത്തനായിട്ടുള്ള നല്ല മണ്ണ് കൊണ്ടുള്ള ചുമരുകൾ കെട്ടിപ്പോക്കാൻ പറ്റും. Avoid construction activities and cultivation of crops like tapioca, yam, etc. on the steep slope since these crops require frequent tilling. അതായത് ഈ ടാപ്പിയോക്ക പോലുള്ള അടിയിൽ റൂട്ടിൽ വരുന്ന പല വൃക്ഷങ്ങൾ നമുക്ക് എന്താക്കാന്നാ പറയുന്നത്, അവോയ്ഡ് ചെയ്യാന്നാ പറയണത്, അവിടെ വെച്ച് പിടിപ്പിക്കാതിരിക്കാം എന്നാ പറയുന്നത്. കാരണം എന്താണ്, ഇങ്ങനത്തെ ഐറ്റം ക്രോപ്പുകൾക്ക്, ടാപ്പിയോക്ക പോലുള്ള ക്രോപ്പുകൾക്ക് ഇടയ്ക്കിടയ്ക്ക് മണ്ണ് ഇളക്കി കൊടുക്കേണ്ടി വരേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ട്. സോ നമുക്ക് ഇങ്ങനെ സ്റ്റീപ്പ് സ്ലോപ്പുകളിൽ ഇങ്ങനത്തെ ക്രോപ്പ് അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കറിയുന്ന വെള്ളത്തെ സംരക്ഷിക്കാൻ നമുക്കറിയുന്ന ഏറ്റവും വലിയ മാർഗം എന്താ, ഫാക്ടറികളിൽ നിന്നും മറ്റു നമ്മുടെ വീടുകളിൽ നിന്നും പോകുന്ന പൈപ്പുകൾ, മലിനജലങ്ങള് അത് എന്തിലേക്ക്, ശുദ്ധജലങ്ങളുടെ വാട്ടർ റിസർവോയറിലേക്ക് വിടാതിരിക്കുക. Resist our waste water to the fresh water. അത് ഫ്ലോ ചെയ്യുന്നത് നമ്മൾ ബാൻ ചെയ്യുക, നമ്മൾ തടയുക, റെസിസ്റ്റ് ചെയ്യുക. പിന്നെ ഡാമുകളെ പ്രൊട്ടക്ട് ചെയ്യുക, കിണറുകളെ മറ്റു നദികളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. കെമിക്കൽ ആക്ടിവിറ്റീസുകൾ, ഫാക്ടറികളിൽ നിന്ന് ഒരു സംഭവങ്ങളെല്ലാം നമ്മൾ കുറച്ചു കൊണ്ടുവരിക. എഫോറസ്റ്റേഷൻ ചെയ്യുക, എന്ന് വെച്ചാൽ മരങ്ങളെ വെച്ച് പിടിപ്പിക്കുക. ഇതെല്ലാം നമുക്ക് ഒരു എന്തിനെ സഹായിക്കുന്ന പറയുന്നത്, നമ്മുടെ ഫ്രഷ് വാട്ടർ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്നതിന്, ഭൂമിയിൽ കൂടുതൽ കാലം ഉണ്ടാകുന്നതിന് സഹായിക്കുമെന്നാണ് പറയുന്നത്. ദിസ് ഈസ് ദ ഹൈഡ്രോസ്ഫിയർ. ഇതാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ലിത്തോസ്ഫിയർ കവർ ചെയ്തു, ഹൈഡ്രോസ്ഫിയർ കവർ ചെയ്തു. നെക്സ്റ്റ് മൂവ് ടു atmosphere, the third part, the third sphere of biosphere. ബയോസ്ഫിയറിന്റെ മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമ്മൾ ഇനി കവർ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം atmosphere is the layer of air. വായുവിന്റെ ആവരണമാണ്, is the layer of air which protect our earth like a blanket. ഒരു പുതപ്പ് പോലെ നമ്മുടെ എർത്തിനെ, നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു ലെയറാണ്, ഒരു പാളിയാണ് എന്ത് എന്ന് പറയുന്നത്, അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ അറ്റ്മോസ്ഫിയർ ഇതിൽ എന്തെല്ലാം ഉണ്ടാവും? ഈ അറ്റ്മോസ്ഫിയറിൽ ഗ്യാസസ് ഉണ്ടാവും. പിന്നെ നോക്കൂ, ഗ്യാസസ് ലൈക്ക് നൈട്രജൻ, ഓക്സിജൻ. Atmosphere also contain dust particles and water vapor. And the thing that brings changes to the natural composition of air is a pollutant. നമ്മുടെ
ഭൂമിയെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ്, ഒരു ലെയറാണ് എന്ന് നമ്മൾ പരിചയപ്പെട്ടു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഗ്യാസസുകളായിട്ടുള്ള ഓക്സിജന്, അതുപോലെ തന്നെ നൈട്രജന്, കാർബൺ ഡൈ ഓക്സൈഡ് ഇതെല്ലാമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർ വേപ്പേഴ്സ്, നീരാവികൾ. എയർ ഈസ് എ വെരി ഇമ്പോർട്ടന്റ് എലമെന്റ് ടു എക്സിസ്റ്റ് ഇൻ ദി എർത്ത്. എർത്തിൽ ഏറ്റവും പരമപ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് എയർ എന്ന് പറയുന്നത്, വായു എന്ന് പറയുന്നത്. സത്യമല്ലേ? എയർ ഇല്ലാതെ മനുഷ്യർക്ക് നിലനിൽക്കാൻ പറ്റുമോ? ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാതെ എർത്തിന് നിലനിൽക്കാൻ പറ്റുമോ? ഓക്സിജൻ ഇല്ലാതെ നിലനിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കൂ. നൈട്രജൻ ഇല്ലാതെ നിലനിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കൂ. പറ്റില്ല, ഒരിക്കലും കഴിയില്ല നമുക്ക്. ഈ ഒരു ബോക്സ് നോക്കൂ. This box shows how atmosphere helps us. നമ്മളെ മീൻസ് അവർ എർത്തിനെ ഏതെല്ലാം രൂപത്തിലാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ സഹായിക്കുന്നത് എന്ന് പരിചയപ്പെടുത്തിയത്. ബോക്സ് നോക്കൂ, അറ്റ്മോസ്ഫിയർ നമ്മുടെ പ്ലാന്റ്സിന്, ചെടികൾക്ക്, മറ്റ് സസ്യജാലങ്ങൾക്കൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് നൽകുന്നു. നമുക്കോ ഓക്സിജന് നൽകുന്നു. പിന്നെ അറ്റ്മോസ്ഫിയർ ആണ് നമ്മളെ രക്ഷിക്കുന്നത്. എന്തിൽ നിന്ന്? അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന്, സൂര്യനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വരുന്ന ലൈൻസുകളായിട്ടുള്ള, ഗാമാസുകളായിട്ടുള്ള, റേഡിയേഷൻസുകളായിട്ടുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് നേരിട്ട് പതിക്കണമെന്നുണ്ടെങ്കിൽ ക്യാൻസർ പോലത്തെ പല പല അസുഖങ്ങൾ നമുക്ക് വരും. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതിനെ നമ്മളിൽ നിന്ന് രക്ഷിക്കുന്നത് അറ്റ്മോസ്ഫിയർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് കാലാവസ്ഥ, ക്ലൈമാറ്റിക് ചേഞ്ചസ്. മഴക്കാലം, അതുപോലെ തന്നെ വേനൽക്കാലം, മറ്റു മഞ്ഞുകാലം, ഇങ്ങനെയൊക്കെ കാലാവസ്ഥക്ക് വരുന്ന ചേഞ്ചസുകൾ ദാറ്റ് ബ്രോട്ട് ബൈ അറ്റ്മോസ്ഫിയർ. അതും ആരാണ് നമുക്ക് തരുന്നത്? അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും മറ്റു ഗ്യാസസുകളുടെയും ചേഞ്ചസുകളാണ് ഈ ക്ലൈമാറ്റിക് ചേഞ്ച് ആയിട്ടുള്ള മഴ, വെയിൽ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നമുക്കറിയാം, ഓക്സിജൻ ഇല്ലാതെയും നൈട്രജൻ ഇല്ലാതെയും മറ്റു ഗ്യാസസുകൾ ഇല്ലാതെയും എയർ ഇല്ലാതെയും നമുക്ക് ഒരിക്കലും നിലനിൽക്കാൻ കഴിയില്ല. We have no existence without atmosphere. We know. But constantly we polluted our atmosphere through the basis of ഏതെല്ലാം ബേസിസിലൂടെ? നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ഡെയിലി ലൈഫിലൂടെ നമ്മളെ അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട്, മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് വൺ നമ്മുടെ റെഫ്രിജറേറ്ററിൽ നിന്ന് പോകുന്നത്, പിന്നെ ആ എയർ കണ്ടീഷനുകളിൽ നിന്ന് പോകുന്നത്, എസികളിൽ നിന്ന്, സ്പ്രേകളിൽ നിന്ന്, മറ്റു നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കെമിക്കൽ വസ്തുക്കളിൽ നിന്ന് പോകുന്ന ഗ്യാസസുകൾ that badly affected atmosphere. So the decaying of atmosphere that causes the death of earth. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ഹാനികരമല്ലാത്ത രീതിയിൽ അറ്റ്മോസ്ഫിയറിനെ സംരക്ഷിക്കുക എന്ന് നമ്മൾ ഏറ്റെടുക്കണം. ഓക്കെ.